ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ഹദീസ് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ പറ്റിയ വളരെ പുണ്യമേറിയ ഒരു ഹദീസാണ്. ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവതു ദിന്നൂൻ ഇദ ദഅ വഹുവ ഫീ ബത്നിൽ ഹൂതി ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ ഫഇന്നഹു ലം യദ്ഉ ബിഹാ മുസ്ലിമുൻ റബ്ബഹു ഫീ ഷൈഇൻ ഖത്തു ഇല്ലാ ഇസ്തജാബ ലഹു സഹഹുൽ ഹാക്കിം. ഇമാം ഹാക്കിമും ഒക്കെ റിപ്പോർട്ട് ചെയ്ത വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസ്. എല്ലാവർക്കും അറിയാവുന്ന ദിക്റാണ് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്ന ദിക്ർ. ഒരാള് ഇമാം ഹാക്കിം റിപ്പോർട്ട് ചെയ്ത മുസ്തദ്രക്കിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസ് കാണാം. അയ്യുമാ മുസ്ലിമിൻ ദഅ ബിഹ യഅനി ദഅവത യൂനുസ അലൈഹിസ്സലാം ഫി മറളിഹി. ഒരാൾ സുഖമില്ലാതെ കിടക്കുകയാണ്, മറ്റേ രോഗം ഗുരുതരമായ രോഗം ബാധിച്ച അയാൾ കിടക്കുകയാണ്. അയാൾ വെന്റിലേറ്ററിലാണ്, ICUലാണ്, ഓക്സിജനൊക്കെ കൊടുക്കുകയാണ്. വലിയ പ്രതീക്ഷയൊന്നും ഡോക്ടർമാർക്കില്ല. അല്ലെങ്കിൽ അയാളെ കിഡ്നി ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വലിയ പ്രതീക്ഷയൊന്നുമില്ല. സ്വയമായിട്ട് ശ്വാസം എടുക്കാൻ പ്രയാസമുണ്ട്, ലിവർ ഫങ്ഷൻ ഡാമേജ് ആണ്, കിഡ്നി ഫങ്ഷനും വളരെ നോർമൽ അല്ല. അങ്ങനെയൊക്കെ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ എത്തുകയാണെന്ന് കുടുംബക്കാർക്കും ബോധ്യപ്പെട്ടു, ഡോക്ടേഴ്സും സൂചിപ്പിച്ചു. നമുക്ക് തന്നെ രോഗിക്കും ഏകദേശം ഉറപ്പായി ഇനി ഞാൻ എഴുന്നേറ്റ് നടക്കാൻ പ്രയാസമാണ്. ആ കൊൺകടൽ, ആ രോഗത്തിൽ ഒരാൾ മനസ്സറിഞ്ഞിട്ട് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്ന ദിക്ർ 40 മറ 40 വട്ടം അയാൾ ചൊല്ലിയാൽ, നാവും മനസ്സും ഒരുമിച്ചിട്ട് അയാൾ 40 പ്രാവശ്യം ഈ ദിക്ർ ആ ഗുരുതരമായ രോഗത്തിൽ മരണാസന്നമായ അവസ്ഥയിൽ അയാൾ ചൊല്ലിയാൽ, അങ്ങനെ മൂപ്പര് ആ രോഗി ഫമാത ഫീ മറളിഹി, ആ രോഗത്തിലായിട്ട് അങ്ങനെയാണ് മരിച്ചു നോക്കുക. എന്നാൽ ഫമാത ഫീ മറളിഹി ദാലിക ഉഅ്തിയ അജ്റ ഷഹീദ്, ഷഹീദിന്റെ പ്രതിഫലം അല്ലാഹു അദ്ദേഹത്തിന് രേഖപ്പെടുത്തി കൊടുക്കുമെന്നും അദ്ദേഹത്തിന് പതിച്ചു കൊടുക്കുമെന്നും നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ സിമ്പിളാണ്. അധ്വാനമില്ല, പ്രയാസമില്ല, ബുദ്ധിമുട്ടില്ല. തന്നെ സന്ദർശിക്കാൻ വരുന്ന സന്ദർശകരോട് അല്ലെങ്കിൽ കുടുംബാംഗങ്ങളോട്, മക്കളോട് തൻ്റെ പായാരും ഇടങ്ങേറും വേദന ഇങ്ങനെ വിളിച്ചു പറയുന്നതിന് പകരം ഒരു 40 വട്ടം ഈ ദിക്ർ ചൊല്ലിയാൽ എത്ര സിമ്പിളാണ്. ഒരു പണിയൊന്നുമില്ല. അള്ളാഹുവിൻ്റെ ഫضലാണിത്. ഇനി പുരയിലെണ്ണ സുഖമില്ലാതെ കിടക്കുന്ന ഉമ്മാരുണ്ടാവും, പാപ്പാരുണ്ടാവും, പ്രായമായിട്ടുണ്ട്. അവർ കിടക്കുന്ന കിടത്തത്തിൽ തന്നെയാണ് യൂറിൻ പാസ് ചെയ്യുന്നത്. മലമൂത്ര വിസർജനത്തിനൊന്നും അവർക്ക് പോകാൻ കഴിയൂല. സ്ട്രോക്ക് വന്നതാണ് ഉദാഹരണം. അപ്പം മിക്കവാറും അങ്ങ് എത്തിയിട്ടുണ്ട്. സ്വാഭാവികമായി വയസ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വയസ്സും പ്രായമൊക്കെ ആയിട്ടുണ്ട്. ആ കിടത്തത്തിൽ നമ്മളിങ്ങനെ വേറെ കുറേ ദുഞ്ഞാവിൻ്റെ വർത്താനം പറയാം, അതൊക്കെ ഒഴിവാക്കിയിട്ട് 40 വട്ടം ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്ന ദിക്ർ അവർ ചൊല്ലിയാൽ, അവർക്ക് അതിലുള്ള അറിവ് കൊടുത്താൽ മതി. ഈ ദിക്ർ വലിയ മഹത്വമായിട്ടത് ചൊല്ലിക്കോളി എന്ന് പറഞ്ഞു കൊടുത്താൽ മതി. 40 വട്ടം ഈ ദിക്റൊക്കെ ചൊല്ലിയാൽ ഷഹീദിന്റെ കൂലി കിട്ടും. ആ രോഗത്തിലങ്ങ് മരിച്ചാൽ, ഇനി മരിച്ചില്ല നിൽക്കുക, ഇൻ കേസ് അള്ളാഹിന്റെ അനുഗ്രഹം കൊണ്ട് അല്ലെങ്കിൽ മരുന്നിന്റെ എഫക്റ്റ് കൊണ്ട് ആയുസ് നീണ്ടു കിട്ടി നിൽക്കുക, മരിച്ചില്ല, വൈൻ ബരിഅ, അങ്ങനെയാണ് സുഖാവും ചെയ്തു. എന്നാലോ ചൊല്ലിയത് വെറുതെയോ? ഇല്ല. ബരിഅ വഖദ് ഗുഫിറ ലഹു ജമീഉ ദുനൂബിഹി, ആ 40 വട്ടത് ചൊല്ലൽ കാരണമായിട്ട് അയാൾ എന്തൊക്കെ ദോഷങ്ങൾ അയാളിൽ നിന്ന് വന്നു പോയിരുന്നതും മുഴുവനും പൊറുക്കപ്പെടുകയും ചെയ്യും. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതല്ലേ നമ്മളെ മാതാപിതാക്കൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ മുതൽ. നമ്മളുമ്മാക്കും വാപ്പാക്കും ഭൗതികമായി ഏത് ചികിത്സ നമ്മൾ കൊടുക്കും, അതുകൊണ്ടൊന്നും ഇപ്പം ഈ മഹത്വം കിട്ടൂലല്ലോ. പെട്ടെന്നൊരു ഓപ്പറേഷൻ ചെയ്യണം, അതിന് 5 ലക്ഷം കെട്ടിവെക്കണം എന്ന് പറഞ്ഞു. മൈത്രയിലോ ബേബിയിലോ മിംസിലൊക്കെ ഉദാഹരണം. അവിടുന്ന് ഇവിടുന്നൊക്കെ പൈസ ഒപ്പിച്ചൊരു 5 ലക്ഷം കെട്ടിവെച്ചു. അതിലാണ് മരിച്ചു നിൽക്കുക. ആ 5 ലക്ഷം കെട്ടിവെച്ചു എന്നിട്ടുകൊണ്ട് ഷഹീദിന്റെ കൂലിട്ടൂലല്ലോ. ഞാൻ 10 ലക്ഷം കൊടുത്തിട്ടാണ് ഓപ്പറേഷൻ ചെയ്ത് നിൽക്കുക, അങ്ങനെ സുഖമായി നിൽക്കുക, നാം ദോഷങ്ങൾക്ക് പൊറുക്കപ്പെടുന്ന ഈ അവസ്ഥ ഉണ്ടാവില്ലല്ലോ. ആ 5 ലക്ഷം ഉണ്ടാക്കാൻ എത്ര മെനക്കെടണം, എത്ര മണ്ടിപ്പായണം, എത്ര ഇടങ്ങേറാണ്, ഓപ്പറേഷൻ എത്ര ബുദ്ധിമുട്ടാണ്. ഒരു 40 വട്ടം ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്ന് പറയാൻ 5 മിനിറ്റ് വേണ്ടല്ലോ. ആകെ 3-2 മിനിറ്റ് മതി. എന്നാലോ ഷഹീദിന്റെ കൂലി കിട്ടി, ദോഷങ്ങൾക്ക് പൊറുക്കപ്പെടും ചെയ്തു.
അപ്പോൾ സത്യത്തിൽ ആരാ പൊട്ടന്മാർ? ആത്മീയമായിട്ട് ഈ വിഷയങ്ങളൊന്നും അറിയാത്ത മക്കളല്ലേ. ഉമ്മാക്കും മാപ്പാക്കും വേണ്ടി മണ്ടിപ്പാഞ്ഞ് അവിടെ പോയി ഇവിടെ പോയി വണ്ടി എടുത്തു, അവിടുന്ന് പൈസ ഒപ്പിച്ച് ആ ഡോക്ടറെ കാണിച്ചു, ബാംഗ്ലൂർ കൊണ്ടുപോയി, മണിപ്പാൽ കൊണ്ടുപോയി, വെല്ലൂർ കൊണ്ടുപോയി, ഇങ്ങനെയൊക്കെ വണ്ടിപ്പാഞ്ഞ് നിൽക്കുക. ലക്ഷങ്ങൾ ചിലവാക്കി. ബൈസ്റ്റാൻഡർക്ക് വേണം ചിലവെടുക്കുക. ഹോസ്പിറ്റലിൻ്റെ അടുത്താണ് റൂം എടുത്ത് താമസിക്കുന്നത്, അതിനവിടെ വേറെ ചിലവ്. ഇങ്ങനെയൊക്കെ ആയാലും അതിന് രോഗി മരിച്ചു നിൽക്കുക. എന്നാൽ ഷഹീദിൻ്റെ കൂലി ആവുന്നതിൻ്റെ കിട്ടൂല. നേരെ മറിച്ച് സുഖമില്ലാത്ത ഉമ്മാക്കോ വാപ്പാക്കോ വേണ്ടപ്പെട്ട നമ്മുടെ റിലേറ്റീവായ ബന്ധുക്കൾക്ക് ഈ ഒരു വിവരം നമുക്ക് കൊടുക്കാൻ പറ്റിയാൽ നമുക്ക് നേരിട്ട് പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ ഈ ക്ലാസ്സിൻ്റെ ഓഡിയോ ക്ലിപ്പ് കേൾപ്പിച്ചു കൊടുക്കുക. അത് കേട്ടിട്ട് ആ രോഗി ഒരു 40 വട്ടം ലാ ഇലാഹ ഇല്ലല്ലാഹ സുബ്ഹാനക കുന്തുമിനൽ ചൊല്ലിയാൽ ആ രോഗത്തിന് മരിച്ചാണെങ്കിൽ ഷഹീദിൻ്റെ കൂലിട്ടില്ലേ. അതിലും വലിയൊരു നേട്ടം നമ്മളെ ഉമ്മാക്ക് കൊടുക്കാൻ നമുക്ക് എന്താ ഉള്ളത്? ഇതിലും വലിയ ഒരു സേവനം നമ്മളെ വാപ്പാക്ക് കൊടുക്കാൻ നമുക്ക് എന്താ ഉള്ളത്? അവനാൻ്റെ ഉമ്മാക്കും വാപ്പാക്കും ഷഹീദിൻ്റെ കൂലി കൊടുക്കാൻ ഈ ഒരു വിവരം അവർക്ക് പാസ് ചെയ്താൽ പോരെ. ഈ ഒരു ഇൻഫർമേഷൻ, ഈ ഒരു വിവരം, ഈ ഒരു ഹദീസ് അവർക്ക് കൊടുക്കാൻ പറ്റിയാൽ അതല്ലേ മാതാപിതാക്കൾക്ക് ഒരു മകനക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ സംഭാവന. ആലോചിച്ച് നോക്കി. പെട്ടെന്ന് പറഞ്ഞു ശ്വാസെടുക്കാൻ പ്രയാസമുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, വെന്റിലേറ്റർ കയറ്റി, ആയിക്കോട്ടെ, എത്ര ബില്ല്? ലക്ഷങ്ങളാണ്. അതുകൊണ്ടൊന്നും ഇപ്പോൾ ഈ മാറ്റം കിട്ടുന്നില്ലല്ലോ. അതൊക്കെ ഉണ്ടായിക്കോട്ടെ. അതോടൊപ്പം ഇത്തരം വിവരങ്ങളൊക്കെ നമ്മൾ ഉമ്മാക്കോ വല്യമ്മാക്കോ ഭാര്യക്കോ കുടുംബത്തിനോ സുഖമല്ല കിടക്കുന്ന അഞ്ചന്മാർക്കോ ഏട്ടന്മാർക്കൊക്കെ ഈ വിവരം കിട്ടിയാൽ അവർ ചൊല്ലുമല്ലോ, എൻ്റെ പണിയുണ്ടോ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ഒരു പണിയില്ല. മത്സ്യത്തിൻ്റെ വയറ്റിൽ 40 ദിവസം യൂനുസ് നബി അലൈഹി ഇസ്ലാം അകപ്പെട്ടു എന്നുള്ളത് ഖുർആൻ പറഞ്ഞതല്ലേ. നമ്മളൊന്ന് ഉള്ളൊന്ന് ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ ഭയങ്കര ഭീകരല്ലേ അവസ്ഥ. ഒറ്റയ്ക്ക് റൂമിൽ നമ്മൾ കുടുങ്ങിയാൽ, ലിഫ്റ്റിൽ കുടുങ്ങിയാൽ തന്നെ പക്ഷെ ബേജാറാവും. വലിയൊരു ഹോസ്പിറ്റലിക്കോ ബിൽഡിങ്ങിലൊക്കെ പോവാണ്, ലിഫ്റ്റ് കണ്ട് കയറി, കറണ്ട് കണ്ട് ഓഫായി, ആ ലിഫ്റ്റാണ് സ്റ്റക്കായി. അല്ലെങ്കിൽ സ്റ്റക്കായിട്ടൊന്നുമില്ല, ബട്ടണൊക്കെ അമർത്തിയിട്ട് ലിഫ്റ്റ് എന്താണില്ല, മൂവ് ആണില്ല, ഡോറ് ക്ലോസ് ആവും ചെയ്തു. നമ്മൾ ഒറ്റയ്ക്കേ ഉള്ളൂ. ഇനി ഒറ്റയ്ക്കല്ല, ഫുൾ ആളുണ്ട് നിൽക്കുക. എന്നാലും ബേജാറാണ്, പഠിച്ചത് എന്താവുക. കുറച്ച് കഴിഞ്ഞാൽ വായു സഞ്ചാരം ഉണ്ടാവില്ല, ഓക്സിജൻ കിട്ടൂല, ശ്വാസം കിട്ടാതെ മനുഷ്യൻ മരിക്കുമോ, ലിഫ്റ്റിലൊക്കെ കുടുങ്ങിയത് കേൾക്കാറുണ്ടല്ലോ. ഇതൊക്കെയാണ് ബേജാറ്. എന്നാൽ അത് ലിഫ്റ്റിൻ്റെ ഉള്ളിലല്ല, കടലിൻ്റെ ആഴിയിൽ, സമുദ്രത്തിൻ്റെ അടിയിൽ ഒരു മത്സ്യം വിഴുങ്ങിയിട്ട് അതിൻ്റെ വയറ്റിൻ്റെ അകത്ത് വിട്ടുപോകാന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഇനി എന്ത് പ്രതീക്ഷയുള്ളത്? പക്ഷെ ഒറ്റ പ്രതീക്ഷ, അല്ലോ അതിൻ്റെ വയറ്റിൽ നിന്ന് ദ്വാരന്നിട്ടൊന്നുമില്ല. ഇനി ഇതിൻ്റെ പുറത്തേക്ക് കഴിച്ചിലാക്കണേന്ന് യൂനുസ് നബി ദ്വാരന്നിട്ടൊന്നുമില്ല. ആ മീൻ്റെ വയറ്റത്ത് വയറിൻ്റെ ഉള്ളിൽ കുടുങ്ങിയപ്പോൾ ദ്വാരുന്നത് എന്നെ കഴിച്ചിലാക്കണേ നല്ല ദ്വാരുന്നത് ഈ ഒരു ദിക്റാണ് ചൊല്ലിയത്. ലാ ഇലാഹ ഇല്ലാ അൻത, ഇയ്യല്ലാതെ എനിക്കൊരാളും ഇല്ല. സുബ്ഹാനക, എൻ്റെ പരിശുദ്ധതയെ ഞാൻ വാഴ്ത്തുന്നു റബ്ബേ, നീ എത്ര പരിശുദ്ധനാണ്, ഞാനൊരു പാപിയാണ്. ഇന്നി കുൻതു മിനൽ ളാലിമീൻ, ഞാനൊരു മഹാകേടിയായിപ്പോയി, ഞാനൊരു ദോഷിയായിപ്പോയി, ഞാൻ പാപിയായിപ്പോയി, ഞാൻ ഒന്നിനും കൊല്ലാത്തവനായിപ്പോയി. നീ എല്ലാത്തിനും മതിയായവനുമാണ്, നീ അല്ലാതെ എനിക്ക് ആരുമില്ല. ഇത്രയേ ഉള്ളൂ ഒരു കുറ്റസമ്മതം. അല്ലാതെ ഇതിന് പ്രാർത്ഥനയുടെ വാക്കുകളൊന്നുമില്ല. അതാ വേണ്ടത്. നമ്മൾ അള്ളാഹിൻ്റെ മുമ്പിൽ ഒന്നും ചോദിക്കാതെ യാചിക്കാതെ അള്ളാഹിൻ്റെ മുമ്പിൽ കുറച്ച് വർത്തമാനം പറയാൻ പറ്റിയാൽ വലിയ രസമായിരിക്കും. ദ്വാരക്കാനൊന്നും ഒന്നും ചോദിക്കണ്ട. കുട്ടികളെ തരണം, രോഗം സുഖമാക്കണം, പൈസ തരണം, മക്കൾക്ക് പറക്കും, അങ്ങനെ ഒന്നും ദ്വാ ചെയ്യാതെ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒറ്റയ്ക്കൊരു 5 മിനിറ്റ് ഇരുന്നിട്ട് പ്രാർത്ഥനകളൊന്നും ഇല്ലാതെ റബ്ബിനോട് സംസാരിച്ചു നോക്കുക. അതായിരിക്കും ഏറ്റവും മധുരതരം. അതായിരിക്കും റബ്ബിന് ഏറ്റവും ഇഷ്ടം. നമുക്കും ആനന്ദമായിരിക്കും. യാചിക്കാൻ വേണ്ടിയല്ല, ചോദിക്കാൻ വേണ്ടിയല്ല, അത് നമ്മളെ കാര്യത്തിന് വേണ്ടിയല്ല. ഇപ്പോൾ അള്ളാഹിൻ്റെ മുമ്പിൽ ഇരുന്ന് അങ്ങനെ ദ്വാരക്കണം, അത് നമ്മളെ കാര്യം നേടാൻ വേണ്ടിയിട്ട് സ്വാർത്ഥതയ്ക്ക് വേണ്ടിയായിരിക്കും അപ്പോൾ റബ്ബിൻ്റെ മുമ്പിൽ ഇരിക്കണത്. ദ്വാരക്കണ്ടെന്നല്ല ഈ പറഞ്ഞത്, ഒരു വർഷമാണ് ഞാൻ പറഞ്ഞത്. അള്ളാഹുവിൻ്റെ മുമ്പിൽ ദ്വാരക്കാനൊന്നും അല്ലാതെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഇതുപോലത്തെ ദിക്റൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ സംസാരിക്കുക. ഒന്നും ഇങ്ങോട്ട് കിട്ടുന്നത് ലക്ഷ്യം പ്രാപിച്ചിട്ടല്ല. അതാണ് ഈ ദിക്റിന്റെ മഹത്വം. ഇതിൽ പ്രാർത്ഥനയുടെ വാചകങ്ങൾ കൃത്യമായിട്ട് പ്രത്യക്ഷത്തിലൊന്നുമില്ല. പക്ഷെ അവനാന്റെ കുറ്റം സമ്മതിക്കലും ഞാനൊന്നും കൊള്ളാത്തവനാണ് എന്ന് അംഗീകരിക്കലും അള്ളാഹുവിൻ്റെ മഹത്വത്തെ വാഴ്ത്തിനുമടങ്ങിയ പരിശുദ്ധമാക്കപ്പെട്ട ദിക്ർ. അതുകൊണ്ട് എന്തൊക്കെ മനസ്സറിഞ്ഞിട്ട് ചൊല്ലിയാൽ ഉമ്മ സുഖല്ല കിടക്കുകയാണ് കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് സ്ട്രോക്ക് വന്നു, പെട്ടെന്ന് ആകെ ഡൗണായി, അങ്ങനെ ഈ 40 വട്ടം ചൊല്ലിയാൽ എന്തൊരു സുഖ. ഇപ്പം എൻ്റെ തൊട്ട അയലോക്കത്തല്ല, എൻ്റെ നാടിനടുത്ത് കുടുംബത്തിൽപ്പെട്ട ഒരാൾ, അയാൾക്ക് വേറെ കൊണക്കോടോ പ്രയാസമൊന്നും പ്രത്യക്ഷത്തിലില്ല കേട്ടോ. പെട്ടെന്ന് അയാൾക്കൊരു വയറുവേദന, ശക്തമായ വയറുവേദന. അങ്ങനെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി. അപ്പം
ഭയങ്കര ശക്തമായ വയറുവേദനയായപ്പോൾ ഡോക്ടർ പോയി പരിശോധിച്ച്, അപ്പം നോക്കിയപ്പോൾ മൂത്രമൊക്കെ പരിശോധിച്ചപ്പോൾ കിഡ്നിയൊക്കെ വളരെ പ്രയാസത്തിലാണ്. വളരെ പെട്ടെന്ന് അയാൾ മരണപ്പെടുകയും ചെയ്തു. രോഗത്തിൻ്റെ ഒരു ലക്ഷണങ്ങളും അയാൾക്കില്ല. അപ്പോൾ രണ്ട് കിഡ്നിയും പോയിട്ടുണ്ട്. വയറുവേദന ഉണ്ടായി, അയാൾ വളരെ പെട്ടെന്ന് മരണപ്പെടുകയും ചെയ്തു. അപ്പോൾ ആ സമയത്തൊക്കെ ഈ ദിക്റൊക്കെ 40 വട്ടം ചൊല്ലിയാൽ, അയാൾക്ക് ചൊല്ലിയിട്ടുണ്ടാകും, നല്ല മനുഷ്യനാണ്, അപ്പോൾ അറിയണം. അപ്പോൾ അതിനാണ് നാഫിയ ഇൽമ് എന്ന് പറഞ്ഞാൽ ഇതിനാണ്. ഏതാവട്ടെ ഹദീസ് പറയാൻ, ആരെങ്കിലും ഈ ഒരു ദിക്ർ ചൊല്ലിയാൽ ഫീ മർദിഹി 40 മറ, തൻ്റെ രോഗത്തിനായി കിടക്കുമ്പോൾ 40 പ്രാവശ്യം ചൊല്ലിയാൽ, ഫമാത ഫീ മർദിഹി ദാലിക, രോഗത്തിനായി അയാൾ മരണപ്പെടുകയും ചെയ്താൽ, ഉഅ്തിയ അജ്റ ഷഹീദ്, ഒരു ഷഹീദിന്റെ പ്രതിഫലം അല്ലാഹു അയാൾക്ക് നൽകുന്നതാണ്. ഉഅ്തിയ, അയാൾക്ക് നൽകപ്പെടും, അജ്റ ഷഹീദിന്, ഷഹീദിന്റെ കൂലി അയാൾക്ക് നൽകപ്പെടും. വഇൻ ബരിഅ, ഇനി മരിക്കാതെ അയാൾ ഭേദപ്പെടുകയാണെങ്കിൽ, സുഖം പ്രാപിക്കുകയാണെങ്കിലോ, ബരിഅ വഖദ് ഗുഫിറ ലഹു ജമീഉ ദുനൂബിഹി, എല്ലാ ദോഷങ്ങളും പാപങ്ങളും പൊറുക്കപ്പെട്ടവനായി രോഗത്തിൽ നിന്ന് അയാൾ എഴുന്നേൽക്കുന്നു എന്ന് ഖാല റസൂലുള്ളാഹി. കേട്ടോ, സഹിയായ ഹദീസാണ്. ഇനി ഇതിന് ഒരുപാട് മഹത്വങ്ങളുണ്ട്. മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും പ്രാവർത്തികമാക്കാനൊക്കെ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.